റീസെന്റ് ഞാൻ കുറെ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ഉറക്കത്തില് ശ്വാസം നിന്നു പോകുന്ന ഒരു സംഭവം. അത് ആക്ച്വലി എങ്ങനെയാണത്? എന്താണ് സംഭവം? കുറുക്കമലി അതൊന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലർക്ക് നോർമൽ, അതായത് മൂക്കില് എയർവേ കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ എയർവേയിലൂടെ എയർ പോണ സമയത്ത് ഉണ്ടാവുന്ന കുറുക്കമലി അത് കാരണമായിരിക്കും. അപ്പൊ ഇവിടെ ദശയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ചികിത്സ എടുക്കുമ്പോൾ യൂഷ്വലി കുറുക്കമലി പോവും. പിന്നെയുള്ളവർക്ക് പതിവിനേക്കാളും കൂടുതൽ അവർ പെട്ടെന്ന് തടി കൂടി. അപ്പൊ ഈ ആങ്കിൾസ് ഒന്നും ജോസ് ഒന്നും കാണാൻ പറ്റാണ്ട് കുറച്ച് തടി, കഴുത്തൊക്കെ ചെറിയ ആൾക്കാര്, വയറൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടാവില്ലേ. അപ്പൊ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മൾ ഡീപ് സ്ലീപ്പ് പോലെ മസിൽസ് ഒക്കെ വീക്ക് ആവില്ലേ, അതേപോലെ വീക്ക് ആവുന്ന സമയത്ത് വെയിറ്റ് കൂടുതലല്ലേ, കുറച്ചധികം മസിൽസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ എയർവേ ട്യൂബ് പോലെയല്ലേ, അതിൽ ഒരു സൈഡിൽ സപ്പോർട്ട് ഉള്ളൂ. അപ്പൊ മസിൽസ് വീക്കായി തളർന്നു നിൽക്കുമ്പോൾ അതിൽ അമരുന്ന നേരത്തെ അത് ചെറുതാവും. ആ ഫുൾ സർക്കിളിനാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് കംപ്രസ് ആവും, ചുരുങ്ങും. അതിലൂടെ എയർ പോകുമ്പോഴാണ് കുറുക്കമലിന്റെ ശബ്ദം വരണേ. അത് കഴിഞ്ഞ് ഡീപ് സ്ലീപ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ നന്നായി തളർന്നു കിടന്ന് ഉറങ്ങില്ല, ഒരു പുലർച്ചയ്ക്ക് അവിടെ സമയം 3 മണി 2 മണിയൊക്കെ നേരത്ത്. ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫുൾ അടയാതെ ആക്ച്വലി. അപ്പോഴാണ് ചില ആൾക്കാർക്ക് ആ ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് കുറുക്കവലി നിന്ന് ശ്വാസം നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ നമ്മളെ ഉണർത്തും. അങ്ങനെയാണ് പെട്ടെന്ന് ആ ശബ്ദം ഉണ്ടാക്കിയിട്ട് വീണ്ടും കുറുക്കമലി എണീറ്റ് വരുന്നത്. അതായത് കുറുക്കമലി ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ശ്വാസം വലിക്കില്ല, പിന്നെ പെട്ടെന്ന് ഞെട്ടി എണീക്കും, എന്നിട്ട് വീണ്ടും ഒരു ഉറങ്ങാൻ പോകും. ഈ സൈക്കിൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നോക്കുമ്പോൾ കൂടെ കിടക്കുന്ന ആൾക്ക് പേടിയാവും, ഉറങ്ങുന്ന ആൾ ഒന്നും അറിയില്ല. കുറുക്കം വലിക്കുന്നതാണെങ്കിൽ ഉറക്കത്തിന് ഞെട്ടി ഒന്നും അറിയാൻ പോകില്ല. പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാലത്ത് എന്ന് എണീറ്റാലും ടയർഡായിരിക്കും. 6-8 മണിക്കൂർ എണീറ്റ് അത്രയൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ കാലത്തേക്കുമ്പോൾ ടയർഡായിരിക്കും. എവിടെയെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഉറങ്ങിപ്പോവും. ബെഡ് കണ്ട ഉറങ്ങും. എല്ലാവരും പറയും എന്തൊരു ഭാഗ്യമാവും ബെഡ് കണ്ട വൈകി ഉറങ്ങുന്നു. പക്ഷെ അത് ഭാഗ്യമല്ല ആക്ച്വലി. എന്ന് വെച്ചാൽ അവർ അത്രയും ടയർഡാണ്. ഉറങ്ങുന്നുണ്ടെങ്കിലും അവരെ ബ്രെയിൻ റെസ്റ്റ് ഇല്ല. കാരണം ഈ ആള് ശ്വാസം വലിക്കുന്നതിനിടയിൽ അപ്പൊ ബ്രെയിൻ അവരെ ഏൽപ്പിക്കുന്നു, പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പൊ വീണ്ടും ശ്വാസകോശം അടയുന്നു, ആ എയർവേ വീണ്ടും അടയുന്നു, അപ്പൊ വീണ്ടും ബ്രെയിൻ, അപ്പൊ ബ്രെയിൻ റെസ്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ എന്നാ പിന്നെ വെറുതെ ഇരുന്ന ആള് പണിയൊന്നും ചെയ്യുന്നില്ല, എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിയേക്കാം. അതാണ് അവർ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒക്കെ ഉറങ്ങിപ്പോണത്. ബസ്സിലോ കാറിലൊക്കെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഉറങ്ങുമ്പോൾ. ചിലർ സിവിയർ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. എസ്പെഷ്യലി ഹൈവേസിലൊക്കെയാണ്. ഈ കുഴിയോ ഒന്നും ചാടിപ്പോലും ഒന്നും ഇല്ലല്ലോ. മറ്റേതൊക്കെ ആണെങ്കിൽ ബൈക്ക് ചവിട്ടിലൊക്കെ ആകുമ്പോൾ ഉറങ്ങിപ്പോലും. പക്ഷെ ലോങ് ഡ്രൈവ്സ് ഹൈവേയിലാകുമ്പോൾ ഒരു ഉറങ്ങിപ്പോവും. പിന്നെ ഇഷ്യൂ സിവിയർ കേസസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അവർ ഉറങ്ങിപ്പോവും. ഉറങ്ങി വീഴല്ല, സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അവർ ഡോസ് ഓഫ് ചെയ്യും. അത്രയ്ക്കായിട്ടുള്ള സിവിയർ കേസസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ഉറങ്ങി ഞെട്ടി എണീക്കില്ലേ, ആ ഞെട്ടി എണീക്കുന്ന നേരത്ത് ഹാർട്ട് റേറ്റും BP ഒക്കെ ഷൂട്ടപ്പ് ആവും. ആ ഷൂട്ടപ്പ് ആവുന്ന സംഭവങ്ങൾ രാത്രി ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ അത് പകൽ സമയങ്ങളിൽ നമ്മൾ BP നോക്കുമ്പോൾ അപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് BP വരും, ഷുഗർ വരും. പിന്നെ ഈ ഹാർട്ട് റേറ്റ്, ഓക്സിജൻ താഴുമല്ലോ, ഈ അടയുന്ന സമയത്ത് ഓക്സിജൻ താഴും ചെയ്യില്ല. ഈ ഓക്സിജൻ താഴ്ന്നിട്ട് ഹാർട്ട് റേറ്റും കുറയും. അങ്ങനെ ആൾക്കാർക്ക് രാത്രി ഉറക്കത്തിൽ അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. സ്ട്രോക്ക് എങ്ങനെ വരുന്ന BP ഷൂട്ടപ്പ് ആവല്ലേ, ആ സമയത്ത് സ്ട്രോക്ക് വരാം. ഇതൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്സ്. അപ്പൊ അവർക്കൊക്കെ ഈ ലൈഫ് ലോങ് ആ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട്, ഓക്സിജൻ മാസ്ക് അല്ല, അവർക്ക് ആക്ച്വലി CPAP എന്ന് പറയുന്ന ഒരു മെഷീൻ ആയിരിക്കും. CPAP ഓർ BiPAP, അത് ഡിപ്പെൻസ് എന്ത് ടൈപ്പ് സ്ലീപ്പിന്റെ ഡിസോർഡർ ആണെന്നനുസരിച്ചിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രോ ഒട്ടി പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, ജ്യൂസ് കുടിക്കുമ്പോൾ അതിലേക്ക് ഊതും അല്ലേ, സെയിം വേ. ഞാൻ പറഞ്ഞില്ലേ പൊട്ടി പിടിക്കാന്ന്. അപ്പൊ അതിലേക്ക് ഒരു എയർ പുഷി, ശ്വാസം പുറത്തോട്ട് വിടണതായിട്ട്. അപ്പൊ അതിനെ പേറ്റന്റ് തുറന്ന് വെക്കാനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ണടി ചടക്കുന്നില്ലേ, കണ്ണടി വിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ കണ്ണടി വെക്കുന്നു, എനിക്ക് സുഖമായിട്ട് കാണാം. സെയിം പോലെ അത് വെച്ച് കിടന്ന് ഉറങ്ങുന്ന നേരത്തെ അവർ നല്ല ഫ്രഷ് ആയിരിക്കും. അവർക്ക് ഇതുപോലെ എപ്പോഴും എവിടെയും ഉറങ്ങി തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. ഡെയിലി ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് അവരുടെ കാലത്തേക്ക് നല്ലതായിരിക്കും. ചില ആൾക്കാർക്ക് BPയും ഷുഗറൊന്നും കൺട്രോൾ ആവാത്ത ആൾക്ക് നമ്മൾ ഈ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ OSAക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ, സ്ലീപ്പ് ഡിസോർഡർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ അവരുടെ BP ഷുഗേഴ്സ് ഒക്കെ കൺട്രോൾ ആവും. അപ്പൊ അങ്ങനെയുണ്ട് സിവിയർ കേസസിലാണ് ആക്ച്വലി. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലിനെ ബെറ്റർ ആവും. അപ്പൊ എന്താ, ചിലർ അതില്ലാണ്ട് കിടന്നുറങ്ങില്ല, കാരണം അത്രയും സുഖമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കണ്ണാടിക്ക് യൂസ്ഡ് ആണ് പോലെ. ഇത് പകൽ സമയങ്ങളിൽ വെക്കുന്നു, രാത്രി ഉപയോഗിക്കുന്നു, അത് രാത്രി വെക്കുന്നു. ദാറ്റ് ഇസ് ഈസിയർ വേ ആ പേഷ്യന്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. ഇത് ഡിപ്പെൻഡന്റ് ആവില്ലേ, ഇത് പറ്റില്ലേ, ഞാൻ പറയും. ഇത് തന്നെ ഞാൻ പറയും, ഈ സെയിം എക്സാമ്പിൾ ഞാൻ പറയും.